ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി സ്റ്റോറി പാണ്ട. ഇന്ന് നമ്മൾ വകാത്തെ ഇത്തേമോയുടെ ഫൈനൽ എപ്പിസോഡ് കാണാൻ പോവുകയാണ്. മിയു കൊസാക്കയെ കാണാനായിട്ട് വന്നിട്ട് അവനോട് പറയുകയാണ്, നീ എന്നെ നോക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം, എൻ്റെ അടുത്തേക്ക് വരണം, എന്നോട് സംസാരിക്കണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. പക്ഷേ ഈയിടെയായിട്ട് നീ എന്നോട് മിണ്ടുന്നില്ല. ഞാൻ ഇനി നിന്നെ കാണാനായിട്ട് വരില്ല, ഇതുവരെ എല്ലാത്തിനും നന്ദി എന്നും പറഞ്ഞ് മിയു അവനോട് ബായ് പറഞ്ഞു പോവുകയാണ്. അവനാണെങ്കിൽ അവളോട് ഒരു വാക്ക് പോലും പറയാതുണ്ട് ഡോറ് ക്ലോസ് ചെയ്തിട്ട് അതിൽ ചാരി നിൽക്കുകയാണ്. എന്നിട്ട് ഫോർ എവർ ഒന്നുമില്ല എന്നെനിക്കറിയാം എന്നവൻ മനസ്സിൽ വിചാരിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ ഉള്ളിലെ ചിന്തകളാണ് പറയുന്നത്. അവൻ ചെയ്ത പ്രവർത്തികളിലെല്ലാം അവൻ സക്സീഡ് ആയിട്ടുണ്ട്, കുഞ്ഞിലെ മുതലേ തന്നെ. പക്ഷേ അവൻ്റെ അമ്മയുടെ ജീവിതത്തിൽ അവൻ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആവാൻ കഴിഞ്ഞില്ല, അതിൽ സക്സീഡ് ചെയ്യാനായിട്ട് അവന് കഴിഞ്ഞില്ല എന്നവൻ പറയുകയാണ്. ചിയാക്കി, അവൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന പെൺകുട്ടി, അവളുടെ ഫീലിങ്സിനനുസരിച്ചിട്ട് അവന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, അതിലവന് സക്സീഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നവൻ പറയുകയാണ്. അവന് പല ഗേൾ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, അവർ വന്നു, അവരുടെ സമയം കഴിഞ്ഞപ്പോൾ അവരതുപോലെ തിരിച്ചുപോയി. പതിയെ പതിയെ അവൻ അവൻ്റെ ഐഡൻറ്റിറ്റിയെ തന്നെ മറന്നു, അവൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്നൊക്കെ അവൻ മറന്നു. അവൻ്റെ ലൈഫിൻ്റെ ആ ഒരു ഫേസിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ മിയുവിനെ കാണുന്നത് ആദ്യമായിട്ട്. അവളുടെ എക്സുമായിട്ട് അന്ന് വഴക്കുണ്ടാക്കി പിരിഞ്ഞു പോകുന്ന ദിവസം അവളുടെ ആർട്ട് വർക്ക് അവൻ കണ്ടായിരുന്നു. ആ ആർട്ട് വർക്കിൽ അവൾ അവളുടെ ഉള്ളിലുള്ള ഇമോഷൻസ് പേടി കൂടാതെ തന്നെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവന് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ അവൻ പറയുകയാണ്. അന്ന് സ്റ്റാച്യൂവിൽ പെയിൻറ് ഒഴിച്ച ദിവസം പെയിൻറ് തെറിച്ച് അവളുടെ മുഖത്തേക്ക് വീണപ്പോൾ അത് തുടയ്ക്കാൻ ചെന്നപ്പോൾ അവൻ അവളുടെ കണ്ണിൽ പ്രതീക്ഷയുടെ തിളക്കം അവൻ കണ്ടായിരുന്നു. ഉള്ളിൽ ഒരുപാട് വേദന ഒതുക്കിയിട്ടും അവൾ പുഞ്ചിരിയോടെ തന്നെ ഉണ്ടായിരുന്നു. കൂരിരുട്ടിലും ഒരു പ്രകാശം തെളിയുവാണെങ്കിൽ അത് തേടി നമ്മൾ പോകത്തില്ലേ, അതുപോലെയായിരുന്നു അവൾ. ഞാൻ അറിയുന്നതിന് മുന്നേ തന്നെ ഞാൻ അവളെക്കുറിച്ചുള്ള ചിന്തയിലായി. അവളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിൽ ഞാൻ തിരിഞ്ഞു നടക്കാനും ശ്രമിച്ചു എന്നൊക്കെ കൊസാക്ക പറയുകയാണ്. ചിയാക്കിയുടെ മരണശേഷം ഇപ്പോൾ കൊസാക്ക ആകെ ഡെസ്പാണ്. അവൻ അവൻ്റെ കാര്യങ്ങൾ തന്നെ നന്നായിട്ട് നോക്കുന്നില്ല. അപ്പോൾ അവൻ്റെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും മറ്റേ ആ ലേഡി അവിടേക്ക് വരികയാണ്. അത് ആക്ച്വലി അവൻ്റെ അമ്മയാണ്. അമ്മ വന്നിട്ട് അവിടേക്ക് വാരി വലിച്ചിട്ടേക്കുന്ന പേപ്പേഴ്സൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും അത് ചെയ്യേണ്ടെന്ന് അവൻ പറയുകയാണ്. എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ, നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചിരുന്നു, നീ ഫോൺ എടുക്കാഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ എന്നമ്മ പറയുകയാണ്. അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അവന് നല്ല ദേഷ്യം വരികയാണ്. ഭയങ്കര നോയ്സൻസ് ആണ് എന്നവൻ ദേഷ്യത്തിൽ പറയുകയാണ്. പെട്ടെന്ന് തന്നെ അവന് മനസ്സിലാവും ഒരുപാട് ദേഷ്യത്തിലാണെന്ന്, അതുകൊണ്ട് സോറിയും പറയും. അപ്പോൾ അവൻ്റെ അമ്മ പറയുകയാണ്, കുഞ്ഞിലെ ഇവൻ്റെ അമ്മ ഒരു ഡാൻസറായിരുന്നു, അപ്പോൾ സിംഗിൾ പാരൻ്റാണ് അവർ. വിഷമതകളിൽ കൂടെ കടന്നു പോയപ്പോഴും എന്നെ പിടിച്ചു നിർത്താനായിട്ട് സഹായിച്ചത് ഡാൻസ് ആയിരുന്നു എന്നമ്മ പറയുകയാണ്. എന്നിട്ട് അമ്മ അവനോട് പറയും, എനിക്കറിയാം ഇതൊന്നും പറയാനായിട്ടുള്ള അർഹത എനിക്കില്ല, പക്ഷെ എന്നാലും പറയുവാണ്, ഇങ്ങനെ എല്ലാം ഗിവപ്പ് ചെയ്ത രീതിയിൽ നീ ജീവിക്കരുത്. എന്നിട്ട് അവനെ ഹഗ് ചെയ്യാണ്. നിനക്കൊന്നും വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നീ ഇഷ്ടപ്പെട്ട രീതിയിലെങ്കിലും നിൻ്റെ ജീവിതം ജീവിക്കേ എന്ന് അമ്മ അവനോട് പറയാണ്. അത് കഴിഞ്ഞ് അമ്മ പോവും. അവനൊരു ട്രെയിനിലേക്ക് കയറി അവൻ്റെ ഒരു ഓൾഡ് ഫ്രണ്ടിനെ കാണാനായിട്ട് പോവുകയാണ്. ഓൾഡ് ഫ്രണ്ട് നടത്തുന്ന പ്ലേസിൽ അവർ ഒരുപാട് കൊച്ചിൽ ഒരുമിച്ചിരുന്ന് പടമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. ഇപ്പോൾ ഈവൻ കൊസാക്ക വലിയ ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്, പക്ഷെ അവനവൻ്റെ വാല്യൂ എന്താണെന്നറിയില്ല. അപ്പോൾ ഓൾഡ് ഫ്രണ്ട് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നീ വലിയൊരു ആർട്ടിസ്റ്റാണ്, ന്യൂയോർക്കിലൊക്കെ പോയി എക്സിബിഷൻ നടത്തിയിട്ട് ഇത്രയും മികച്ചൊരു ആർട്ടിസ്റ്റാണ് നീ, അതൊക്കെ എന്ത് അമേസിംഗ് ആണ്, എന്തുകൊണ്ടാണ് നീ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാത്തത് എന്ന് ഓൾഡ് ഫ്രണ്ട് ചോദിക്കാം. അപ്പോൾ കൊസാക്ക ഇങ്ങനെ ചോദിക്കുകയാണ് തിരിച്ച്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, എന്തിനാണ് ജീവിക്കേണ്ടത്, ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ ഇങ്ങനെ കൊസാക്ക ചോദിക്കുകയാണ്. അവനിപ്പോൾ ജീവിതത്തിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. ഞാൻ പ്രതീക്ഷ കരുതിയാലും അത് ഒരിക്കൽ നഷ്ടമാവും, ഡിസപ്പിയർ ആവും എന്നൊക്കെ അവൻ പറയുകയാണ്. പക്ഷെ അവൾ ജീവിക്കണം എന്നുണ്ടായിരുന്നു എന്ന് കൊസാക്ക പറയാണ്. ആക്ച്വലി അവനിപ്പോഴും ചിയാക്കി മരിച്ചതിൻ്റെ ആ ഒരു വിഷമത്തിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഓൾഡ് ഫ്രണ്ട് പറയും, എനിക്കൊരു കുഞ്ഞുണ്ടായി, പക്ഷേ അത് ജനിക്കുന്നതിന് മുന്നേ തന്നെ മരിച്ചു. അത് കാരണം ഞാനും എൻ്റെ വൈഫും ഡിവോഴ്സും ചെയ്തു. അതിനുശേഷം ഞാൻ ഇത്രയും നാളും ചെയ്ത പെയിൻറ്റിങ്സ് എല്ലാം കൂടി ഞാനിട്ട് കത്തിച്ചു. അതിനുശേഷം ഞാൻ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ആർട്ട് വർക്ക്സ് ചെയ്യാൻ തുടങ്ങി. അതെന്തുകൊണ്ടെന്നാണ് നീ വിചാരിക്കുന്നത്? ക്രിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ഫീലിങ്സ് ആണോ, എന്ത് ഇമോഷൻസ് ആണോ തോന്നുന്നത്, അത് നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. എന്തായാലും നമ്മളെല്ലാവരും ഒരു ദിവസം ഡിസപ്പിയർ ആവും. പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വരെ നമ്മൾ സ്നേഹിക്കുന്നതിനെയും നമ്മൾ ആഗ്രഹിക്കുന്നതിനെയൊക്കെ ചേർത്ത് പിടിക്കാനേ ശ്രമിക്കുള്ളൂ. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ അല്ലേ എന്ന് ഓൾഡ് ഫ്രണ്ട് ചോദിക്കുകയാണ് കൊസാക്കയോട്. അപ്പോൾ അവനിങ്ങനെ അവിടെ ഇരുന്ന് പെയിൻറ്റ് ചെയ്യുന്ന കുട്ടികളുടെ മുഖത്തേക്കൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അവരുടെ സന്തോഷമൊക്കെ കാണുമ്പോഴത്തേക്കും അവന് കുറച്ച് ആശ്വാസമാകുന്നു. പുതിയ ചിന്തകളുമായിട്ടാണ് അവൻ അവിടെ നിന്ന് പടിയിറങ്ങുന്നത്. സ്നേഹിക്കുന്നത് എന്താണോ, ആഗ്രഹിക്കുന്നത് എന്താണോ, അതിനെയൊക്കെ ചേർത്ത് പിടിക്കണം എന്നൊരു ചിന്താഗതി അവനിലേക്ക് വന്നു.
ബീച്ച് സൈഡിലെ മതിലിൽ ഒസാക്ക നിന്ന് പെയിൻറ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊസാക്ക അവിടേക്ക് വരും. കൊള്ളാലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഹിക്കാരിയും ബാക്കിയുള്ള ഫ്രണ്ട്സും ഒക്കെ വരികയാണ്. ഇത് കാമക്കുര ബാങ്ക്സിയാണ് എന്നൊക്കെ അവൾ പറയുകയാണ്. മെഗുനെ തിരിച്ചു കൊണ്ടാക്കാനായിട്ട് സീനിയറും ഇങ്ങ് വന്നായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുകയാണ് ബീച്ച് സൈഡിലിരുന്ന്. ആർട്ട് ഫെസ്റ്റിവൽ എത്തുന്നതിന് മുന്നേ തന്നെ കൊസാക്ക ഇങ്ങ് എത്തിയായിരുന്നു. മിയു ആണെങ്കിൽ ഇപ്പോഴും അവളുടെ ആർട്ട് റൂമിലാണ്. അവിടേക്ക് കൊസാക്ക കയറി വരും. നീ എന്താ ഇവിടെ എന്ന് മിയു ചോദിക്കും. അപ്പോൾ അവൻ പറയും, നീ സ്ട്രഗിൾ ചെയ്യുവാണോ, ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കൊസാക്ക അത് ഹെൽപ്പ് ചെയ്യാണ് അവളെ. മിയു ആണെങ്കിൽ ഇപ്രാവശ്യം ആർട്ട് വർക്കിന് വേണ്ടിയിട്ട് മെറ്റൽ വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കാരണം അവൾ കുറച്ച് സ്റ്റക്കായിരുന്നു. പക്ഷേ അവൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞത് അവൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായി. അത് കഴിഞ്ഞ് അവൻ പുറത്തേക്ക് പോവുകയാണ്. അവളും വരും. പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ പോകാൻ നിൽക്കുമ്പോൾ മിയു ചോദിക്കുന്നുണ്ട്, നീ എന്നാണ് വീണ്ടും തിരിച്ച് പോകുന്നത്? അവൻ പറയും, ഉടനെ തന്നെ പോവും, എല്ലാത്തിനും താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോട്ടേന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയാം. അവനവിടെ ആ സ്റ്റാച്ചു നോക്കി നിൽക്കും. അവളങ്ങ് നടന്ന് തിരിച്ചു പോവും. അവൾ തിരിച്ച് റൂമിലെത്തി അവിടെ ഇരിക്കുന്ന ആർട്ട് ബുക്ക് എടുത്ത് നോക്കുമ്പോൾ അത് അവളുടെ അല്ല. അവനും ഇങ്ങനെ പ്രസിഡൻറ്റിൻ്റെ സ്റ്റാച്ചു നോക്കിയിട്ട് അവൻ്റെ ആർട്ട് ബുക്ക് എടുക്കുമ്പോഴത്തേക്കും ആ ബുക്കും അവൻ്റെതും അല്ല. അവളുടെ കയ്യിലിരിക്കുന്ന ബുക്ക് കൊസാക്കയുടെയും കൊസാക്കയുടെ കയ്യിലിരിക്കുന്ന ബുക്ക് അവളുടെയാണ്. അപ്പോൾ അതിലുള്ള പിക്ചേഴ്സൊക്കെ നോക്കുകയാണ്. മിയ നോക്കുമ്പോഴത്തേക്കും അവൾ തുടക്കം മറ്റേ എക്സുമായിട്ട് പിരിയുന്ന ദിവസത്തെ ഫോട്ടോസ് മുതൽ അവൻ വരച്ചിട്ടുണ്ട് അവളെ. അവൻ നോക്കുമ്പോൾ അവനെയും അവൾ അന്ന് കഫേയിൽ വെച്ച് ആദ്യം കണ്ടപ്പോൾ തൊട്ടുള്ളത് അവളും വരച്ചിട്ടുണ്ട്, അവൻ്റെ മുഖം. അത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവർക്ക് പരസ്പരം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവർ രണ്ടും തിരിച്ച് ഓടി വരികയാണ്. അവളെ കണ്ടതും അവൻ ഓടി ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് അവളോട് പറയും, മിയോ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അവളും തിരിച്ചു പറയും, റെൻ എനിക്കും നിന്നെ ഇഷ്ടമാണ്. എന്നിട്ട് അവൻ അവളെ കിസ് ചെയ്യാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവരുടെ കോളേജിൽ ആർട്ട് ഫെസ്റ്റിവലായി. അവളുടെ ഫിഗറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ആർട്ട് വർക്ക്സ് എല്ലാവരും വെച്ചിട്ടുണ്ട്. അവിടേക്ക് ഒരാൾ നടന്നു വരുന്നുണ്ട്. കൊസാക്കയാണത്. കൊസാക്ക ന്യൂയോർക്കിൽ നിന്ന് വന്നതാണ്. അവൻ മിയുവിനെ കാണുമ്പോഴത്തേക്കും ചിരിക്കും. എന്നിട്ട് പറയും, ഞാൻ തിരിച്ചു വന്നു. അതോടെ നമ്മുടെ സ്റ്റോറി അവസാനിക്കുകയാണ്. കൊസാക്കയുടെയും മിയുവിൻ്റെയും സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ദ സ്റ്റോറി പാണ്ടയുടെ എല്ലാ വീഡിയോസും കാണണം. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദ സ്റ്റോറി പാണ്ട. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തിരിച്ചെത്താം.